ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്കാൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ പ്രഗ്നൻസിയും നമ്മൾ കുടിക്കേണ്ട വെള്ളവും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ കുടിക്കുന്ന വെള്ളവും ഈ പ്രഗ്നൻസിയിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് കുഞ്ഞ് കിടക്കുന്ന വെള്ളമാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇമിക്കേറിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം പ്രഗ്നൻസിയിൽ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ എടുക്കുന്നോ അത്രത്തോളം തന്നെ ശ്രദ്ധ വേണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ. പ്രഗ്നൻസിയിൽ റെക്കമെൻഡ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 10 തൊട്ട് 13 ഗ്ലാസ് ആണ് ഒരു ദിവസത്തിൽ നമ്മൾ എടുക്കേണ്ടത്. അതായത് ഒരു 2 ലിറ്ററിന്റെ അടുത്ത് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ വെള്ളം കുടിക്കുന്നത് വഴിയിട്ട് നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിന്റെയും പൂർണ്ണ വികാസത്തിനും വളർച്ചയ്ക്കും ഇതൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ചെയ്യും. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനും കുഞ്ഞിനും അത് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് യൂട്രസിന്റെ ഉള്ളില് കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അപ്പൊ കുഞ്ഞിന് യൂട്രസിന്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനും അതിനൊക്കെയാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യണത്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒരു നോർമൽ എമൗണ്ട് വേണം. ആ നോർമൽ എമൗണ്ട് കൂടി പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസ്ഥ എന്ന് പറയും, കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസ്ഥ എന്ന് പറയും. കൂടി പോകാനും പാടില്ല, എന്നിട്ട് കുറഞ്ഞു പോകാനും പാടില്ല. അതൊരു നിശ്ചിത അളവിൽ യൂട്രസിന്റെ ഉള്ളിൽ വേണം. അപ്പോഴാണ് കുട്ടിക്ക് നല്ല മൂവ്മെന്റും യൂട്രസിന്റെ ഉള്ളിലുള്ള മൂവ്മെന്റും കുട്ടിക്ക് നല്ല ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് വഴിയിട്ട് നിങ്ങളുടെ ശരീരം ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും അത് വഴിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവൽ ഉണ്ടാവാനും ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആകും കേട്ടോ. ഒത്തിരി പഠനങ്ങൾ അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നിങ്ങൾ എടുക്കുന്ന വാട്ടറും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. അപ്പൊ നിങ്ങൾ പ്രഗ്നൻസിയിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. പിന്നെ ഈ വെള്ളം കുടിക്കുന്നത് വഴിയിട്ട് നമ്മളുടെ കുഞ്ഞിന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാനും നമ്മളുടെ ശരീരത്തിൽ പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മെറ്റാബോളിസും ദഹനവും ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കാനും ഈ വെള്ളം എടുക്കുന്നതിലൂടെ, അതായത് വെള്ളം കറക്റ്റ് എമൗണ്ട് വെള്ളം എടുക്കുന്നതിലൂടെ സാധിക്കും. പിന്നെ ഏറ്റവും ഉപരിയായിട്ട് ഡീഹൈഡ്രേഷൻ തടയാന്നുള്ളതാണ് ഈ വെള്ളം കുടിക്കണത് കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശം. അതായത് പ്രഗ്നൻസിയിൽ നമുക്ക് വോമിറ്റിംഗ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഒരുവിധ ആൾക്കാർക്കൊക്കെ വോമിറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ വോമിറ്റിങ്ങിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അത്രയും വെള്ളം നഷ്ടപ്പെടുകയാണ്, നമ്മളുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആവും. ഡീഹൈഡ്രേറ്റ് ആവുമ്പോൾ യൂഷ്വലി നമുക്ക് ക്ഷീണം കൂടും, നമുക്കൊന്നിനോടൊരു ഉന്മേഷം ഉണ്ടാവത്തില്ല, നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. അപ്പൊ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒഴിവാവുകയും നന്നായിട്ട് ശരീരം ഹൈഡ്രേറ്റ് ആവുകയും നല്ലൊരു ഉന്മേഷം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാസം തികയുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് പെയിൻ വരും, അതായത് കൺട്രാക്ഷൻസ് വരും അടിവയറ്റിലായിട്ട്. അങ്ങനെ കൺട്രാക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാസം തികയുന്നതിനേക്കാളും മുമ്പുള്ള ഡെലിവറി ഉണ്ടാവാനും പ്രീ ടൈം ബേബീസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. പ്രഗ്നൻസിയിൽ നമ്മൾ ഫുഡിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമുക്ക് വെള്ളം എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ശരീരത്തിന്റെ ചൂട്, ഈ പ്രഗ്നൻസിയിൽ ശരീരത്തിന് നല്ല ചൂടായിരിക്കും. അപ്പൊ കൂടുതൽ ചൂടാവാതെ ശരീരത്തിന്റെ താപനിലയൊക്കെ കറക്റ്റ് ആയിട്ട് നിലനിർത്തി ശരീരത്തിനെ നല്ല ഉഷാറാക്കി നിർത്തും നിങ്ങളുടെ ശരീരത്തിൽ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ പ്രഗ്നൻസിയിൽ നിങ്ങൾ ഒരു 2 ലിറ്ററോളം വെള്ളം എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അത് എടുക്കുന്നത് വഴിയിട്ട് ഈ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാവുന്ന മൂത്രത്തിൽ പഴുപ്പ്, കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റും. അതായത് മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തില് നമ്മുടെ വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ കിഡ്നി ത്രൂ എക്സ്ക്രീഷൻ ആയിട്ട് അത് യൂറിൻ ഫോമിൽ പുറത്തേക്ക് പോകും. അപ്പൊ ഈ പുറത്തേക്ക് നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നത് തോറും ഈ യൂറിൻ ഒഴിക്കാനുള്ള, അതായത് യൂറിൻ പാസ് ചെയ്യാനുള്ള ഫ്രീക്വൻസി കൂടും. അപ്പൊ അത് വഴിയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഈ വേസ്റ്റ് പ്രോഡക്റ്റിനെ എക്സ്ക്രീഷൻ ചെയ്യാനും പിന്നെ ഈ വജൈനയിൽ ചെറിയ ചെറിയ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടായിരിക്കും, അതിനെ എലിമിനേറ്റ് ചെയ്യാനും അത് വഴിയിട്ട് ഈ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഈ വൃക്കരോഗങ്ങള്, മൂത്രത്തിൽ പഴുപ്പ് അതൊക്കെ കുറയ്ക്കാനും നിങ്ങൾ അത്യാവശ്യം വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധിക്കും. പിന്നെ ഇതൊക്കെയാണ് നിങ്ങൾ പ്രഗ്നൻസിയിൽ വെള്ളം എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനും കിട്ടുന്ന
യൂസസ്. അതിലുപരിയായിട്ട് ഇപ്പൊ പ്രഗ്നൻസിയിൽ എല്ലാവർക്കും വെള്ളത്തിനോട് ഒരു താല്പര്യം ഉണ്ടാവത്തില്ല. കാരണം ആ ഹോർമോൺ ചേഞ്ചസ് കാരണം അവരുടെ രുചിയിലും ഒക്കെ വ്യത്യാസം വരും. അപ്പൊ ഈ വെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ നാരങ്ങയായിട്ടോ, കുറച്ച് വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞോ, പുതിനയില ഇട്ടോ, ചെറിയ ചെറിയ ഫ്ലേവറുകൾ കിട്ടില്ലേ, കറുവപ്പട്ടയായിട്ടോ. ഞാൻ എടുത്തായിരുന്നത് ഉലുവ വെള്ളമാണ്. ഉലുവ വെള്ളം നല്ലതാണ് എടുക്കാനായിട്ട്, ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. പിന്നെ നിങ്ങൾ കുടിക്കുന്ന മിൽക്ക്, ജ്യൂസസ്, അതൊക്കെ ഇതിനകത്ത് നമുക്ക് ഈ വെള്ളം കുടിക്കുന്ന, ഞാൻ പറഞ്ഞു ഈ ഇപ്പോ 13 ഗ്ലാസ് വെള്ളം കുടിക്കാന്ന് പറഞ്ഞു, അതിലേക്ക് നമുക്ക് കൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് വെള്ളം എടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക, പിന്നെ മിൽക്ക്, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കുക. അപ്പോൾ ഒരുവിധം ഈ വാട്ടറിന്റെ കണ്ടന്റ് നിങ്ങളുടെ ബോഡിയിലേക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഒരു ഹൈഡ്രേഷൻ നിങ്ങളുടെ ബോഡിക്ക് കിട്ടും. പിന്നെ നിങ്ങൾ പഞ്ചസാര, ഉപ്പ്, ഈ കൊക്കക്കോള, കഫീൻ, അങ്ങനത്തെ പാനീയങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. പ്രഗ്നൻസിയിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ഇതൊക്കെ ഒഴിവാക്കി നിങ്ങൾ സാധാരണ ഇത് കുടിക്കുക എന്നുള്ളതാ. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചാറ്റിയിട്ടുള്ള വെള്ളം കുടിക്കുക. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടില് ഒത്തിരി ബാക്ടീരിയാസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഒരു കുഞ്ഞും കൂടെ ഉണ്ട് എന്ന് ആലോചിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ബോട്ടിൽ, ഒരു 1 ലിറ്ററിന്റെ ബോട്ടിൽ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. 1 ലിറ്റർ എന്ന് പറയുന്നത് 4-5 ഗ്ലാസ് വരും. നമ്മുടെ സാധാരണ നോർമൽ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ 200 ml വരും. സാധാരണ നോർമൽ ഗ്ലാസിന്റെ ഒരു അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 4-5 ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1 ലിറ്ററായി. നിങ്ങൾ 2 ലിറ്റർ കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, അതായത് ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉണർവാണ് കിട്ടുക. പ്രഗ്നൻസി എന്ന് പറയുന്നത് ക്ഷീണത്തിന്റെ ഒരു സമയമാണ്. അത് നമ്മുടെ ബോഡി ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാണല്ലോ. അപ്പൊ നമ്മുടെ ബോഡിക്ക് അതിൻ്റെതായിട്ടുള്ള ക്ഷീണം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്ഷീണം കുറയ്ക്കാനായിട്ട് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. ഫുഡും വെള്ളവും അതൊരു കോയിന്റെ 2 വശങ്ങൾ എന്ന പോലെയാണ്. അത് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, സേഫ് ആയിട്ട് ഇരിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി നിങ്ങൾ കൊണ്ടുപോവുക, നല്ലൊരു മിടുക്കിയായിട്ടുള്ള കുഞ്ഞുവാവയ്ക്ക് ജന്മം കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. വെള്ളം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അപ്പൊ നിങ്ങളും ഹൈഡ്രേറ്റ് ആയിരിക്കും, ബേബി ഹൈഡ്രേറ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുവിധം വെള്ളം കുടിക്കണതിന്റെ ഒരു ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.